ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങളും കൊണ്ടൊന്ന് ചിന്തിക്കാം. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 14 and 15. അതിൻ്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആൻഡ് വി ആർ കോൺഫിഡൻറ്റ് ദാറ്റ് ഹീ ഹിയേഴ്സ് അസ് വെനെവർ വി ആസ്ക് ഫോർ എനിത്തിങ് ദാറ്റ് പ്ലീസസ് ഹിം. അതിൻ്റെ 15 പറയുന്നു, ആൻഡ് സിൻസ് വി നോ ഹീ ഹിയേഴ്സ് അസ് വെൻ വി മേക്ക് അവർ റിക്വസ്റ്റ് we also know that he will give us what we ask for. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവനോടുള്ള ധൈര്യം. 15 നാം എന്തു അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും നാം അറിയുന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ചിന്ത, വചനത്തിൽ നിന്നുള്ള ചിന്ത, പ്രേ വിത്ത് എ പേർപ്പസ്. ഹല്ലേലൂയ. നമ്മളൊരു ഉദ്ദേശം വെച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഒരു ഉദ്ദേശം വെച്ച് പ്രാർത്ഥിച്ച നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഹല്ലേലൂയ. ഇന്ന് പറയണം, ഐ വിൽ പ്രേ വിത്ത് എ പേർപ്പസ്. ഞാൻ ഇന്ന് ഉദ്ദേശം വെച്ച് ഞാൻ പ്രാർത്ഥിക്കും. തിരുവചനം പറയുന്നു, നമുക്ക് ധൈര്യമുണ്ട്. വി ആർ കോൺഫിഡൻറ്റ്. ഹല്ലേലൂയ. എന്തിനാണ് കോൺഫിഡൻസ്? എന്തിനാണ് ധൈര്യമുള്ളത്? ഹല്ലേലൂയ. നമ്മൾ കർത്താവിൻ്റെ ഹിതപ്രകാരം എന്ത് ചോദിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വെറുതെയായി പോകത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഹല്ലേലൂയ, എനിക്കതിന് മറുപടി ലഭിക്കും. എനിക്കത് ലഭിച്ചിരിക്കുന്നതിനായി സ്തോത്രം. എന്നിട്ട് 15-ാം വാക്യം പറയുന്നു, അതിൻ്റെ 15 പറയുന്നു, and since we know he hears us when we make our request, we also know that he will give us what we ask for. അപ്പം ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു എന്നുള്ള ധൈര്യം അതൊന്ന്. 2, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നാം കർത്താവിനോട് അപേക്ഷിക്കുമ്പോൾ കർത്താവ് അത് നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ള ഉറപ്പ്. അപ്പം 2 കാര്യത്തിനെക്കുറിച്ച് ഇന്ന് വചനം പറയുന്നത്. 1, എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു. 2, ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവം കേൾക്കുക മാത്രമല്ല അതിന് മറുപടി തരുന്നു. ഹല്ലേലൂയ. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ട്. നമ്മൾ വെറുതെ ഏതോ ഒരു കല്ലിനെയോ തടിയോ ഒന്നുമല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ അപേക്ഷകളും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചോദിക്കുന്നതും പറയുന്നതും. സ്തോത്രം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നാം അപേക്ഷിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. ദൈവസന്നിധിയിൽ ഞാൻ കയറിയിരിക്കുമ്പോൾ ആ കർത്താവ് ഇനിയും കേൾക്കുവോ എന്തോ, ഇനി ഞാൻ ഈ അപേക്ഷിച്ചതൊക്കെ എനിക്ക് മറുപടി കിട്ടുമോ എന്തോ, ആ ഒരു മനോഭാവത്തിലല്ല, ആറ്റിറ്റ്യൂഡിലല്ല ദൈവസന്നിധിയിലിരിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നു, എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി നൽകുന്നു. ഹല്ലേലൂയ. ഈ ഒരു ധൈര്യവും ഉറപ്പും നമ്മൾക്കുണ്ടായിരിക്കണം ദൈവസന്നിധിയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു, കീപ്പ് ഓൺ ആസ്കിങ് ആൻഡ് യു വിൽ റിസീവ് വാട്ട് യു ആസ്ക് ഫോർ. Keep on seeking and you will find. Keep on knocking and the door will be opened to you. Hallelujah. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാനാണ് തിരുവചനം നമ്മളെ നിർബന്ധിക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്, നമ്മളെ എൻകറേജ് ചെയ്യുന്നത്. ദൈവവചനം നമ്മളെ എൻകറേജ് ചെയ്യുക. ഹല്ലേലൂയ. കം ഓൺ, ഡോണ്ട് സ്റ്റോപ്പ് പ്രേയിങ്. കീപ്പ് ഓൺ ആസ്കിങ് ഗോഡ് വാട്ട് യു വോണ്ട് ടു. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചോദിച്ചു, എനിക്ക് കിട്ടിയില്ല, ഇനിയിപ്പം ചോദിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ 2 വർഷമായിട്ട് ചോദിച്ചു, അതൊന്നും കിട്ടുന്നില്ല, വെറുതെ, ഇനി ഒരു കാര്യവും ഇല്ല, ചോദിക്കേണ്ട. അങ്ങനെയല്ല. ദൈവവചനം നമ്മളെ നിർബന്ധിക്കുക. കം ഓൺ, ഡോണ്ട് സ്റ്റോപ്പ് ആസ്കിങ്, ഗോ ഓൺ, കീപ്പ് ഓൺ ആസ്കിങ്. ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുന്നു, ചോദിക്കുന്നവനാ മറുപടി കിട്ടുന്നത്. ഹല്ലേലൂയ. മുട്ടുന്നവന് വേണ്ടിയാ വാതിൽ തുറന്ന് കിട്ടുന്നത്. ഇന്നും നാളെയും പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയില്ല, ഇനി ഞാൻ മടുത്തുപോയി എന്നല്ല ദൈവവചനം നമ്മളോട് പറയുന്നത്. പെർസെവിയർ ഇൻ പ്രേയർ. ഹല്ലേലൂയ. മടുത്തു പോകാതെ, വിഷയം കൈവിടാതെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഇന്ന് നാളുകളായിട്ട് പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാത്ത വിഷയങ്ങളുടെ മേലെ എനിക്കിന്ന് മറുപടി കിട്ടും, നാളെ മറുപടി കിട്ടും, ആ ഒരു ആറ്റിറ്റ്യൂഡോടെ വേണം പ്രാർത്ഥിക്കാൻ. ഞാൻ
പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട്, അതിൻ്റെ തക്ക സമയത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി എനിക്ക് ലഭിക്കും എന്ന ഉറപ്പോടെയും ധൈര്യത്തോടെയും ദൈവസന്നിധിയിൽ ഇരിക്കണം. ആരെങ്കിലും ചോദിക്കുക, ഇത്രയും നാളായി പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ, അവരോട് പറയണം, എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ദണ്ട് പുറകെ ഉണ്ട്, അത് വരുക, അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. എനിക്ക് എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എനിക്ക് എൻ്റെ മടിയിൽ വന്ന് വീഴും. അല്ലെ, നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്നത് പോലല്ല, സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കുന്നത് പോലല്ല, അത്ഭുതകരമായി അതിശയമായി എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നത് നിങ്ങൾ കണ്ടോ എന്ന് പറഞ്ഞുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ഉറപ്പായിട്ടും ചോദിക്കുന്നവന് മറുപടി ലഭിക്കും, അന്വേഷിക്കുന്നവൻ അവൻ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനയുടെ മറുപടി അവൻ കണ്ടെത്തും. ഹല്ലേലൂയ. 8-ാം വാക്യം പറയുന്നു, ഫോർ എവ്രി വൺ ഹു ആസ്ക്സ് റിസീവ്സ്. കണ്ടോ, വചനം നമ്മളോട് കർത്താവിൻ്റെ വായിൽ നിന്ന് പറഞ്ഞ വചനമായത്. അപ്പം ദൈവവചനം, ഹല്ലേലൂയ, ദൈവം പറഞ്ഞു വിട്ടത് അത് എത്ര നാൾ കഴിഞ്ഞാലും എത്ര കാലഘട്ടങ്ങൾ മാറിപ്പോയാലും എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് തീർച്ചയായിട്ടും അത് നടന്നിരിക്കും, അത് നടക്കാതെ പോകത്തില്ല. സ്തോത്രം. ആകാശം മാറിയാലും ഭൂമി മാറിയാലും എൻ്റെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന വചനം ഒരിക്കലും മാറ്റമില്ലാത്തതാ, ഒരിക്കലും മാറിപ്പോകത്തില്ല, ഒരിക്കലും വ്യർത്ഥമായി പോകത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഉദ്ദേശം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് കിട്ടിയാലും കൊള്ളാം, കിട്ടിയ ചിലവരോട് ചോദിച്ചാൽ അവർ പറയത്തില്ലേ, എങ്ങനെ വേണേലും ആകാം, ദൈവത്തിൻ്റെ ഹിതം അങ്ങനെ പറഞ്ഞ് ദൈവത്തിൻ്റെ തലയിലോട്ട് കുറ്റം വെച്ചിട്ട് അങ്ങ് മിണ്ടാതിരിക്കും. അങ്ങനെയല്ല, എനിക്ക് കർത്താവേ ഇന്നതാണ് എനിക്ക് മറുപടി വേണ്ടത്, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ അഡ്മിഷൻ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ എൻ്റെ കുടുംബം ഇങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാവണം, എൻ്റെ മക്കളുടെ കുടുംബജീവിതം ഇങ്ങനെയാണ്. കർത്താവിനോടൊരു ഉദ്ദേശം പറയണം. ഹന്ന പ്രാർത്ഥിച്ചപ്പം ദൈവമേ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നല്ല പ്രാർത്ഥിച്ചത്. 1 സമൂവേലിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഹന്ന സ്പെസിഫിക് ആയിരുന്നു. ഹന്ന പറഞ്ഞു, ദൈവമേ കർത്താവേ എനിക്കൊരു ആൺകുഞ്ഞിനെ വേണം, എനിക്ക് ആൺകുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ആൺകുഞ്ഞിനെ അങ്ങയ്ക്ക് തരും, അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി തരും എന്ന് പറഞ്ഞ് ഉദ്ദേശം വെച്ച് പ്രാർത്ഥിച്ചു ഹന്ന പറഞ്ഞില്ല, ദൈവഹിതം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ചോദിച്ചാൽ ഇനി കൂടിപ്പോവോ അല്ലെങ്കിൽ കുറഞ്ഞു പോകുമോ, അങ്ങനെയല്ല. ഹന്നയ്ക്കൊരു ഉദ്ദേശം. നമ്മൾ ദൈവസന്നിധിയിൽ കയറി ചെല്ലുമ്പോൾ നമുക്കൊരു പേർപ്പസ് ഉണ്ടായിരിക്കണം. കർത്താവ് എനിക്ക് ഇന്ന രീതിയിൽ വേണം, എനിക്ക് ഇന്ന വിധത്തിൽ വേണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ എന്നൊരു ഉദ്ദേശം വേണം. ഓഫ് കോഴ്സ് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ ദൈവഹിതത്തിന് ഹിതപ്രകാരമുള്ളതാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തി ദൈവത്തിനോട് ചോദിക്കണം നമ്മൾ. സ്തോത്രം. കർത്താവേ എനിക്ക് ഇന്ന വിധത്തിൽ ഒരു കാര്യം വേണം എന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയണം. സ്തോത്രം. നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റായിട്ട് കർത്താവ് തരത്തുള്ളൂ. പക്ഷേ ഒരു ആവേശത്തോടെ ഇന്ന കാര്യം അല്ലാതെ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമുള്ള വിധത്തിൽ അത് എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെയല്ല. സ്തോത്രം. കർത്താവ് എനിക്ക് ഇന്ന വിധത്തിൽ, സ്തോത്രം, അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. എസ്തർ ദൈവസന്നിധിയിൽ ചെന്നിരുന്നപ്പം എസ്തർ മൊർദിക്കായി എസ്തറിനോട് പറഞ്ഞു, എന്താ പറഞ്ഞത്, ഇന്നതുപോലെ നീ ഈ രാജ്യത്തിന് അല്ലെങ്കിൽ ഈ ജനത്തിന് വേണ്ടി, യഹൂദന്മാർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചില്ല എങ്കിൽ നീ ഉള്ളവളായി തീരും. അപ്പം എസ്തർ മറുപടി അയച്ചു, മരിച്ചാലും കൊള്ളാം ജീവിച്ചാലും കൊള്ളാം, രാജാവിൻ്റെ സന്നിധിയിൽ ഞാൻ കയറി ചെന്നിട്ട് ഞാൻ എൻ്റെ അപേക്ഷ ഞാൻ വെക്കും. പക്ഷെ അതിനുവേണ്ടി ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ. 3 ദിവസം ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഞാൻ മാത്രമല്ല, എനിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം, എൻ്റെ കൂടെയുള്ള വേലക്കാരികളും എല്ലാവരും പ്രാർത്ഥിക്കും. എസ്തറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിനകത്തുണ്ട് ആ വാക്യം. അല്ലേ, എസ്തർ പറയുക, ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. 3 ദിവസം 3 രാവും 3 പകലും ഞാൻ എല്ലാം ഉപേക്ഷിച്ചേച്ച് ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ പോവുക. ദൈവസന്നിധിയിൽ ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ഇരിക്കാൻ പോകുക. ഹല്ലേലൂയ. എന്നിട്ട് ഉദ്ദേശം വെച്ച് പ്രാർത്ഥിച്ചു. എന്തുവായിരുന്നു ഉദ്ദേശം? ദൈവസന്നിധിയിൽ എസ്തർ വെച്ച ഉദ്ദേശം ഇതായിരുന്നു. രാജാവിൻ്റെ സന്നിധിയിൽ ഒരു അപേക്ഷയോടെ കയറി ചെല്ലുമ്പം രാജാവ് തന്നെ
കൊന്നുകളയല്, തനിക്ക് എതിരായി നിൽക്കല്. പക്ഷെ താൻ പറയുന്ന കാര്യം രാജാവ് ശ്രദ്ധയോടെ കേൾക്കണം. ഫേവർ ഓഫ് ഗോഡ് ചലിക്കാൻ വേണ്ടിയായിരുന്നു എസ്തറിൻ്റെ പ്രാർത്ഥന. ദൈവപ്രസാദം അവളുടെ മേൽ ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു അവളുടെ പ്രാർത്ഥന. ദൈവം അതേപോലെ ചെയ്തു. അപ്പം നമ്മൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് നമ്മൾ ഉദ്ദേശം വെച്ച് ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നേടാനല്ല. നമ്മൾ ഉപവസിക്കുന്നത് ഓഫ് കോഴ്സ് ദൈവസന്നിധിയിൽ കൂടുതൽ ദൈവത്തോട് അടുക്കാൻ വേണ്ടിയായിരിക്കണം നമ്മളുടെ ഉപവാസങ്ങൾ. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ കർത്താവ് എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് ഇന്നതിന് മറുപടി വേണം എന്ന് ദൈവസന്നിധിയിൽ ബോധിപ്പിക്കണം. യോഹന്നാൻ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 13 വാക്യത്തിനകത്ത് വരുമ്പോൾ യേശു കർത്താവ് തന്നെ ഇങ്ങനെ പറഞ്ഞു, യു ക്യാൻ ആസ്ക് ഫോർ എനിത്തിങ് ഇൻ മൈ നെയിം ആൻഡ് ഐ വിൽ ഡു ഇറ്റ് സോ ദാറ്റ് ദ സൺ ക്യാൻ ബ്രിങ് ഗ്ലോറി ടു ദ ഫാദർ. ഹല്ലേലൂയ. 14:13 യോഹന്നാൻ സുവിശേഷം 14:13 യേശു കർത്താവ് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും കണ്ടോ, പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അതെല്ലാം ഞാൻ ചെയ്തിരിക്കും. യേശു പറയുക, നിങ്ങൾ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ ചെയ്തു തരും. എന്തിനാ? ദൈവം നാമം മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും. ഇന്ന് എത്ര നാളുകൾ കഴിഞ്ഞ വിഷയമാണെങ്കിലും മടുത്തു പോകല്ലേ, തളർന്നു പോകല്ലേ, ക്ഷീണിച്ചു പോകാതെ ആ വിഷയം ദൈവസന്നിധിയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറയണം, കർത്താവേ എനിക്ക് ഇന്ന ഒരു ആവശ്യമുണ്ട്, എനിക്കിതിൻ്റെ മേൽ മറുപടി ലഭിക്കണം. പത്രോസ് ജയിലിനകത്ത് കിടന്നപ്പം ആ കൂട്ടത്തിനെല്ലാം അവർക്ക് പറയാമായിരുന്നു, ഇനിയൊരു കാര്യവുമില്ല, പ്രാർത്ഥിച്ചിട്ടൊരു കാര്യവുമില്ല. പക്ഷെ വചനം പറയുന്നു, സഭ ശ്രദ്ധയോടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. പത്രോസിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. ഓഫ് കോഴ്സ് പത്രോസ് ശരിക്കും ദൂതൻ പത്രോസിനെ പുറത്തിറക്കിക്കൊണ്ട് വന്നപ്പം അതിനകത്തിരുന്നത് ആ മർക്കോസിൻ്റെ അമ്മയുടെ വീട്ടിനകത്തിരുന്ന് പ്രാർത്ഥിച്ചവർക്ക് സംശയരോഗവും ഉണ്ടായിരുന്നു. എന്നു വെച്ചാൽ ആ വേലക്കാരി കൊച്ച് റോദ ചെന്ന് പറഞ്ഞു, ദാണ്ട് പത്രോസ് പുറത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞപ്പം എടുത്ത വായിലേ അവർ പറഞ്ഞു, പോടി കൊച്ചേ, നിനക്ക് തലയ്ക്ക് എന്തെങ്കിലും കുഴപ്പം കാണുമോ, അത് അവൻ്റെ ഭൂതമായിരിക്കും അവിടെ നിൽക്കുന്നത് അല്ലേ. അവരങ്ങനെ പറഞ്ഞു. അവർക്കൊരു അവിശ്വാസത്തിൻ്റെ ഒരു അംശം അവരുടെ അകത്ത് കിടപ്പുണ്ടായിരുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്ന ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാൻ. ആ സഭ അവിടെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവരെ പോലെ അവിശ്വാസം കയറി വരാൻ വേണ്ടിയല്ല. എന്നുവെച്ചാൽ അവരുടെ ആ കാലത്തിൽ അവർക്ക് അവർ ആദ്യ കാലഘട്ടങ്ങളിൽ, വിശ്വാസത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് അവർക്കൊരു പക്ഷേ അങ്ങനെ സംശയം ഉണ്ടാകാം, ദൂതന്മാർ കൊണ്ടുവരുമോ, ഇങ്ങനെ സംഭവിക്കുമോ. പക്ഷേ ഇന്ന് നമ്മൾ ഈ കഥകളൊക്കെ കേട്ട് വളർന്നവരായതുകൊണ്ട് നമ്മളിതെല്ലാം കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ പത്രോസിൻ്റെയും ഒക്കെ ആ സംഭവങ്ങൾ കേട്ടത് കാരണം നമുക്കൊരു ഉറപ്പുണ്ട്, ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നാൽ എനിക്ക് ഉറപ്പുണ്ട് അത് ദൂതന്മാരെ ദൈവം ഇറക്കി വിട്ട് എനിക്ക് വേണ്ടി ചെയ്തതാണ്. ഞാൻ അവിടെ ചോദിക്കത്തില്ല ഇതെങ്ങനെ നടന്നു, ഉള്ളതാണോ എന്ന് ചോദിക്കത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കും ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ സ്വർഗത്തിൽ നിന്ന് അത്ഭുതകരമായി ദൂതന്മാരെ അയച്ച് എനിക്ക് വേണ്ടി ചെയ്തെടുക്കും. ഹല്ലേലൂയ. ഞാൻ ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ചലിക്കുന്നത് കൊണ്ട് ദൂതന്മാരെൻ്റെ ചുറ്റിനും നടക്കുന്നത് സാധാരണമാണ്. ദൂതന്മാരെൻ്റെ ചുറ്റിനും നടന്ന് എനിക്ക് വേണ്ടി പല കാര്യങ്ങളും ഹല്ലേലൂയ ദൈവനാമത്തിൽ ചെയ്തു തരുന്നത് അത് സാധാരണമാണ്. ഹല്ലേലൂയ. ഈ ഒരു ചിന്ത എൻ്റെ അകത്തുണ്ടാവണം. വചനം പറയുന്നു, നിങ്ങൾ എന്ത് വേണമെങ്കിലും എൻ്റെ നാമത്തിൽ ചോദിച്ചു. കർത്താവ് കണ്ടോ, അപ്പം കർത്താവ് പറയാ, നിങ്ങൾ എന്ത് വേണമെങ്കിലും എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. യേശു പറയുക, ഞാൻ നിങ്ങൾക്കത് ചെയ്തു തരും. പക്ഷെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം? 14 വാക്യം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ എനിക്കിത് നടന്നു തരണം, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് എഴുന്നേറ്റ് നടക്കണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ പഠിത്തം ഇങ്ങനെ നടക്കണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കണം, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് വിടുവിക്കപ്പെടണം. കർത്താവിൻ്റെ നാമത്തിൽ ചോദിച്ചാൽ ഉറപ്പായിട്ടും പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. ഇച്ചിരി വൈകിപ്പോയെന്ന് പറഞ്ഞ് ഇനിയും കർത്താവ് അത് ചെയ്തു തരത്തില്ല എന്നില്ല. അപ്പോൾ അടുത്ത
സ്റ്റെപ്പ് നമ്മൾ നോക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് കൂടാതെ ഉപവാസവും പ്രാർത്ഥനയും ആരാധനയും സ്തോത്രം, നമ്മളുടെ ആരാധനയുടെ നടുവിൽ നമ്മുടെ വിടുതൽ വെളിപ്പെടും. ഹല്ലേലൂയ. ആരാധനയുടെ നടുവിൽ തീർച്ചയായിട്ടും മാളിക മുറിക്കകത്ത് ഭയന്ന് വിറച്ച് കയറിയിരുന്ന് അത്രയും ആൾക്കാർ അവരുടെ ആരാധന വെളിപ്പെട്ടപ്പോൾ അവരോട് വാഗ്ദത്തം പറഞ്ഞ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഉദ്ദേശത്തോടെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് കയറിയിരിക്കുമ്പോൾ സ്വർഗം തൻ്റെ ആത്മാവിനെ അയച്ച് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും മറുപടി അയക്കും. നമ്മുടെ ആരാധനയുടെ നടുവിൽ മറുപടി അയക്കും. ചിലപ്പോൾ ഒറ്റയ്ക്ക് മുറിക്കകത്ത് കയറിയിരുന്ന് ആരാധിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ കുടുംബമായി ഒന്നിച്ചിരുന്ന് ആരാധിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു കൂട്ടമായി ഇരുന്ന് ആരാധിക്കുമ്പോഴായിരിക്കും ആ ആരാധനയുടെ നടുവിൽ പ്രാർത്ഥനകൾക്ക് ഉത്തരം ഉണ്ട്. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ആ വിടുതൽ കണ്ടെന്ന് ആയിരിക്കത്തില്ല, പക്ഷേ അതിൻ്റെ ഓരോ ഘട്ടമായിട്ട് വിടുതൽ നമ്മൾ കാണും. ചില വിടുതലുകളൊക്കെ ഒരുപാട് സമയങ്ങളും കാലങ്ങളും എടുക്കും. ഹല്ലേലൂയ. പക്ഷേ നമ്മൾ ഉറപ്പായിട്ടും ആ വിടുതലുകളുടെ ഓരോ സ്റ്റെപ്പും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. മടുത്തു പോകല്ല്, വിട്ടുകൊടുക്കല്ല്, ക്ഷീണിച്ചു പോകല്ല്. ഹല്ലേലൂയ. തളർന്നു പോകല്ല്. തളർന്നു പോകാതെ എന്നൊരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ജയമെടുക്കും. ഞാനൊരു ഉദ്ദേശം വെച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിച്ച് ഞാൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചിലതൊക്കെ കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ ഇനി ഇത് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ചതിനെ ഇന്ന് പകൽക്കാലം പൊടി തട്ടി അതിനെ പുറത്തെടുത്തിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഇത് എനിക്ക് ഈ ദിവസങ്ങളിൽ എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്ന ദിവസങ്ങളാണ്. ഞാൻ ഈ പ്രാർത്ഥനാ വിഷയം വീണ്ടും ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ സമർപ്പിച്ച് ഞാൻ അതിന് ജയമെടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ, ചിലപ്പോൾ ഒറ്റയടിക്ക് അതിൻ്റെ മറുപടി കണ്ടെന്നിരിക്കത്തില്ലായിരിക്കാം, പക്ഷേ ഘട്ടമായിട്ട് ദൈവം അത് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. വചനം പറയുന്നു, ഹെബ്രായരുടെ ലേഖനം വചനം പറയുന്നു, ദൈവം ഭാഗമായി തൻ്റെ തലമുറകളോട് ദൈവം സംസാരിച്ചു വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച്. ഹല്ലേലൂയ. പല കാലഘട്ടങ്ങളിലൂടെ ദൈവം സംസാരിച്ച യേശു കർത്താവിൻ്റെ ജനനം നമ്മൾ കാണുന്നത് നാളുകളായിട്ട് പ്രവചിച്ച് പക്ഷേ ആ നാളുകളിലൊക്കെ പ്രവാചകന്മാർ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞ് ആ നന്മയ്ക്കകത്തേക്ക് കയറി വന്നു. ഹല്ലേലൂയ. ഇന്ന് നമ്മൾക്ക് പ്രാർത്ഥനാ വീരന്മാരാകാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട് എന്നുറപ്പോടെ നമുക്ക് പ്രാർത്ഥിച്ച് മുന്നേറി ജയമെടുക്കാം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട്. കർത്താവ് ഇത് കേൾക്കുന്നുണ്ട്. കർത്താവ് കേൾക്കുക മാത്രമല്ല, അതിന് മറുപടി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രത്തോടെ നമ്മുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിച്ച് നമുക്കതിന് ജയം നേടിയെടുക്കാം. പ്രേ വിത്ത് എ പേർപ്പസ്. ഉദ്ദേശത്തോടെ ദൈവസന്നിധിയിൽ കയറിയിരുന്ന് പ്രാർത്ഥിച്ച് ജയമെടുക്കാം. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. വിശ്വസിക്കണം, സകല പ്രാർത്ഥനകൾക്കും മറുപടിയുണ്ട് ദൈവസന്നിധിയിൽ. കർത്താവ് സഹായിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. ആമേൻ.